കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഭീതി പരത്തി ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പക. അരമണിക്കൂറിന്റെ ഇടവേളയിൽ കൊലപാതകവും വധശ്രമവും. ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത് സ്വന്തം അമ്മയുടെ കൺമുന്നിലിട്ടാണ്. വധശ്രമ കേസിൽ പ്രതിയായ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം വവ്വാക്കാവിലെത്തിയ സംഘം സന്തോഷിന്റെ സുഹൃത്ത് അനീറിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഗുണ്ടാ നേതാക്കളായ സന്തോഷും പങ്കജും തമ്മിലുണ്ടായ സൗഹൃദത്തിലെ വിള്ളലാണ് അക്രമത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. സന്തോഷിനെ വകവരുത്തുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യമെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പുലർച്ചെ 2:30-ഓടെയാണ് 4-അംഗ സംഘം താച്ചയിൽ മുക്കിലുള്ള സന്തോഷിന്റെ വീട്ടിലെത്തിയത്. അമ്മയും സന്തോഷും മാത്രമായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം സന്തോഷിനെ വെട്ടുകയായിരുന്നു. ഇടതുകാലിനും തോളിനും വെട്ടേറ്റു. കൂടമുപയോഗിച്ചും ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. വീട് മുഴുവൻ ഇരുട്ടിലാക്കി അക്രമികൾ സന്തോഷിനെ ആക്രമിച്ചപ്പോൾ വാവിട്ട് നിലവിളിക്കാൻ മാത്രമേ മാതാവിന് കഴിയുമായിരുന്നുള്ളൂ. മകനെ കൊല്ലരുതേ എന്ന് അവർ കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾ കൂടം കൊണ്ട് സന്തോഷിന്റെ കാലടിച്ചു ചതയ്ക്കുകയും വെട്ടിക്കൊല്ലുകയുമായിരുന്നു. അമ്മയെല്ലാം ചെയ്തോ? ിൽ പങ്കജിനെ ആക്രമിച്ച കേസിൽ സന്തോഷ് ജയിലിൽ കഴിഞ്ഞിരുന്നു. 1 മാസമായി കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ അമ്മയോടൊപ്പമായിരുന്നു താമസം. പൂർവ്വവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലയ്ക്ക് ശേഷം വവ്വാക്കാവിലെത്തിയ സംഘം സന്തോഷിന്റെ സുഹൃത്ത് അനീറിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തനിക്ക് മുൻപരിചയമുള്ളവരാണ് ആക്രമിച്ചതെന്ന് അനീർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പങ്കജിന്റെ വീട് തീവച്ച കേസിൽ താനും സന്തോഷിനൊപ്പം ഉൾപ്പെട്ടിരുന്നെന്നും ഇതിന്റെ പകയാണ് ആക്രമണത്തിന് കാരണമെന്നും അനീർ വ്യക്തമാക്കി. പുലർച്ചെ വവ്വാക്കാവ് ജംഗ്ഷനിലെ ഹോട്ടലിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം പാഴ്സൽ വാങ്ങി ഇറങ്ങിയപ്പോഴായിരുന്നു കാറിലെത്തിയ സംഘം ആക്രമിച്ചത്. പ്രതികൾ കാർ ഉപേക്ഷിച്ച് കടന്നു കളയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഓച്ചിറ വയനകത്തെ ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിച്ച കാർ പ്രതികളുടേതെന്നാണ് കണ്ടെത്തിയത്. ഫോറൻസിക് സംഘം ഇവിടെ പരിശോധന നടത്തി. കാറിന്റെ നമ്പർ പ്ലേറ്റുകൾ മറച്ച നിലയിലായിരുന്നു. പ്രതികൾക്ക് കാർ വാടകയ്ക്കെടുത്തു നൽകിയ മേമന സ്വദേശി കുക്കു എന്ന് വിളിക്കുന്ന മനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിന്റെ ഉടമയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. മനുവും പ്രതികളുമായി അടുത്ത സൗഹൃദമുണ്ടെങ്കിലും മനു കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര.